என் தாய்மொழியான தமிழுக்கு என் முதல் வணக்கம். என் தந்தை மொழியான மலையாளத்துக்கு என் இரண்டாவது வணக்கம். இங்க இருக்கிறதுல பாதி பேர் தமிழ், பாதி மலையாளம். எல்லாருமே இங்க ரொம்ப வருஷமா இருக்கிறவங்க. மலையாளி நான் சொல்றவங்க, அவங்களுக்கு எல்லாருமே தமிழ் தெரியும், உங்களுக்கும் ஓரளவுக்கு மலையாளம் புரியும். ஸோ ஏதாவது ஒரு லாங்குவேஜ்ல பேசுறேன், whichever எனக்கு எது வேணும்னா. ஸோ shall I make it in Malayalam? Okay. With your permission. Thank you. 30 വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രത്ത് മാജിക് അക്കാഡമിയും കേരള ഗവൺമെന്റും ചേർന്ന് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മാജിക് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. അപ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മജീഷ്യൻ എന്നെ വിളിച്ചു. അവസാനത്തെ 5ാമത്തെ ദിവസം എൻ്റെ ഗ്രാൻഡ് ഫിനാലെ, മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്നുണ്ട്, എല്ലാ മന്ത്രിമാരും ഉണ്ടാവും. സ്റ്റേജിൽ വെച്ച് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യാനാണ്? അതൊക്കെ പറഞ്ഞുതരാം. സ്റ്റേജിൽ ഒരു പെട്ടി ഉണ്ടാവും. ആ പെട്ടിക്കകത്ത് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരെല്ലാം കൂടി എന്നെ കെട്ടി ചാക്കിലാക്കി ആ പെട്ടിക്കകത്ത് അടയ്ക്കും. എന്നിട്ട് ഏകദേശം ഒരു 10-15 വലിയ വലിയ പൂട്ടുകളിട്ട് പൂട്ടും. കുറച്ച് കഴിഞ്ഞ് ആ പെട്ടി തുറക്കുമ്പോൾ അതിനകത്ത് നിന്ന് ജയറാം പുറത്തേക്ക് വരും, ഞാൻ ഓഡിയൻസിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരും. ആഹാ, കൊള്ളാല ഐഡിയ, ഇതെന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ ഉറപ്പായിട്ട് തലേ ദിവസം ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തലേ ദിവസം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ പുറംഭാഗത്ത് ഞാൻ രാത്രി ചെന്നു. ചെറിയൊരു ഷോർട്ട്സും ഒരു ടീഷർട്ടും മാത്രമാണ് ഇട്ടിരുന്നത്. ഇത് മാജിക് എന്ന് പറയുന്നത് വേറെ വിസ്മയമല്ല, നമ്മളൊരു മാൻമെയ്ഡാണ്. ഒരു മനുഷ്യൻ നമ്മളുടെ കണ്ണുകളെ ഒരു സെക്കൻഡ് ബ്ലാങ്ക് ആക്കി കളയുന്ന ഒന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ കഴിവ്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ട്രിക്ക്, അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു പെട്ടിക്കകത്ത് അദ്ദേഹം കയറി ആ പെട്ടി അടയ്ക്കുന്ന സമയത്ത് അദ്ദേഹം അകത്ത് വരികയും അദ്ദേഹം പുറത്തേക്ക് വരികയും അതേ ടൈമിൽ ഞാൻ അകത്ത് പോവുകയും വേണം. ഈ ഒരു സെക്കൻഡിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. അത് തലേ ദിവസം പെട്ടെന്ന് പോയി ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു. അതിൻ്റെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ എനിക്ക് 6 അടി പൊക്കമുണ്ട്. പെട്ടി ഇത്ര ഉണ്ടാവും. ഒരു ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയില്ലേ, അതേപോലെ വളഞ്ഞി ചുരുണ്ടാണ് ഞാൻ അതിനകത്ത് കയറിയത്. എങ്ങനെ കയറിയെന്നറിയില്ല. തലേ ദിവസം പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ അത് ഇപ്പോൾ പോസിബിൾ ആണെന്ന് തോന്നി. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ പോയി. ഇതിനകത്തൊരു സെക്കൻഡ് കൊണ്ട് കയറണം. തലേ ദിവസം വെറും സെക്കൻഡ്സ് മാത്രമാണ് ഞാൻ അതിനകത്ത് ഇരുന്നത്. അടുത്ത ദിവസം സ്റ്റേജിൽ വെച്ച് ഞാൻ ഇതിനകത്ത് കയറിപ്പറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഈ 10 പൂട്ടുകൾ ഇട്ടത് പൂട്ടുന്നൊരു സമയം ഓരോ മന്ത്രിമാരായിട്ട് കയറി വരുന്നത്. എനിക്ക് ശ്വാസം മുട്ടി തുടങ്ങി. ഇതിനകത്ത് കിടക്കാൻ പറ്റുന്നില്ല. നിലവിളിച്ചാൽ പോലും പുറത്തു കേൾക്കില്ല. പെട്ടിയുടെ ഒരു വലിപ്പം എത്ര ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ചു ചത്തു ഇതിനകത്ത് കിടന്നു. സത്യമാണ് പറയുന്നത്. മരണം ഇങ്ങനെ കുറച്ചായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്നോളി. കാരണം ഇതൊരു 5 മിനിറ്റായി 6 മിനിറ്റ്, തലേ ദിവസം മറ്റേ സെക്കൻഡ്സ് കയറി പുറത്തേക്ക് വന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചത്തു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് വരുന്നു. മാജിക് അക്കാഡമിയെ കുറിച്ച്, കേരള സർക്കാരിനെ കുറിച്ച് ഇതൊക്കെ ഒരു 15-20 പേര് അദ്ദേഹം സംസാരിക്കുന്നു. ഇത് മുഴുവൻ കേട്ട് ഞാൻ ആ പെട്ടിക്കകത്ത് കിടക്കുക. തീർന്നു, ചത്തു. ഞാൻ ഉറപ്പിച്ചു മരണം ഇവിടെ വെച്ചാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ അതിൻ്റെ അവസാനം എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ മാജിക് അക്കാഡമിയുടെ ആളുകൾ ചെന്ന് പറയുകയും പൂട്ടെല്ലാം തുറന്ന് ജീവനോടുകൂടി പുറത്തു വരാൻ എനിക്ക് സാധിച്ചു. അന്ന് എന്നെ പെട്ടിക്കകത്തിട്ട് കൊല്ലാൻ ശ്രമിച്ച മാന്ത്രികനായ ശ്രീ ഗോപിനാഥ് മുതുകാട് അവർ, അതിനുശേഷം അദ്ദേഹം വളർന്ന് ലോകോത്തര നിലവാരത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ പണവും പ്രശസ്തിയും എല്ലാം വേണ്ട എന്ന് വിചാരിച്ച്
നമ്മൾ കണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതമേ മാറ്റിവെച്ചില്ലേ, അത് കാലാണെന്ന് കരുതി ഞാൻ തൊട്ടതായിട്ട് കരുതുക. നമസ്കാരം. മറ്റ് വേദിയിലിരിക്കുന്ന പറയേണ്ട കാര്യമില്ല, എല്ലാവരും നിങ്ങളുടെ സുപരിചിതമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഓൾ ദ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്. എന്തായാലും ഇന്നത്തെ ഈ ദിവസം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളിലൊന്നാണ്. എന്തുകൊണ്ടാണ് ശ്രീ മുതുകാട് ഇത്രയും കാലം എന്നെ അങ്ങോട്ടേക്ക് ക്ഷണിക്കാത്തതെന്നുള്ളത് ഞാൻ കുറേ നേരമായിട്ട് അവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു. ഇനിയെങ്കിലും അതുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ദിവസം മുഴുവൻ, ഒരു ദിവസമോ എത്രയോ ദിവസങ്ങളോ ആ കുഞ്ഞുങ്ങളുടെ കൂടെ കുടുംബസമേതം ഒന്നും വന്നിരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാക്കി തരണം. തീർച്ചയായിട്ടും അങ്ങയുടെ യാത്ര ഒരുപാട് എന്താ പറയുക, എത്രയോ പേരുടെ കണ്ണു തുറപ്പിക്കുകയും എത്രയോ പേരുടെ മനസ്സങ്ങോട്ട് പിടിച്ചുലയ്ക്കുന്നു. ഞാൻ മുമ്പിലിരുന്ന ആ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കണ്ണു വല്ലാതെ നിറഞ്ഞു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. അങ്ങയുടെ ഭാരതയാത്ര വലിയൊരു വിജയമായി തീരട്ടെ. എല്ലാം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. ഞാൻ അദ്ദേഹവുമായിട്ട് ഈ ഒരു സ്റ്റേജ് മാത്രമല്ല കേട്ടോ, ഈ ഒരു പെട്ടിക്കകത്ത് കയറിയത് മാത്രമല്ല, എത്രയോ സ്റ്റേജുകൾ ഒരുമിച്ച് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ മാജിക് ഷോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ്. കൂടാതെ എൻ്റെ വലിയച്ഛനായിട്ടുള്ള ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ, അദ്ദേഹം ഒരുപാട് പ്രോഗ്രാം മലയാറ്റൂർ സാറായിട്ട് ചേർന്നൊക്കെ ചെയ്തിട്ടുണ്ട്. മാജിക് അക്കാഡമിയുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് മലയാറ്റൂരൊക്കെ. സോ ആ കാലഘട്ടത്തിൽ ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ ഞങ്ങൾ തമ്മിൽ നിത്യം കാണുകയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ഇന്ന് എന്നെ അങ്ങോട്ടേക്ക് ക്ഷണിച്ച പ്രവീണിനും ഗോപാലേട്ടനും ഒക്കെ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. CTMയുടെ ബാക്കിയുള്ള എല്ലാവർക്കും, നന്ദഗോവിന്ദ് തൊട്ട് അനൂപ്, എല്ലാവരോടും നന്ദി എന്ന വാക്ക് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നേരത്തെ ആൾവാർക്കടിയൻ നമ്പിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്നലെ അബുദാബിയിൽ വെച്ച് നടന്ന ഐഫ അവാർഡ് എനിക്കായിരുന്നു നമ്പിയുടെ. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ പോയി മേടിച്ചത്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു വൺസ് അഗൈൻ. தமிழில் பேசாத தப்பாக எடுத்துக்காதீங்க. இது ஏதாவது இருக்கிறதுல பாதி பேர் இருக்கிறது தான் மலையாளத்தில் பேசுகிறேன். ரொம்ப சந்தோஷம். எல்லாருக்கும் வணக்கம். தேங்க்யூ. செய்திகளை உடனுக்குடனும் துல்லியமாகவும் தெரிந்து கொள்ள சப்ஸ்கிரைப் பண்ணுங்க.